ഇനി എൻ്റെ തടിയാണ് താഴെ ഉള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഓരോരുത്തരും ഞാനാണ്. എൻ്റെ സ്റ്റാഫ്, എൻ്റെ കൂടെ നിൽക്കുന്ന ടീമുകൾ, സെയിൽസ്മാൻ, ആരും ഒക്കെ ഞാനാണ്. അപ്പോൾ അതിലൊരാൾ നാശമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുക അല്ലല്ലോ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും വന്ന് എന്താ ചെയ്യുക? കയ്യിൽ നമ്മൾ ചികിത്സ ചെയ്യുക. ഇത് പിന്നെ ഞാനായി മാറി. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാനന്ന് പറഞ്ഞിരുന്നു, കമ്പ്യൂട്ടറിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം അല്ല സിസ്റ്റം. നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി എല്ലാം എഴുതി വെച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണെങ്കിൽ ഇന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇൻഡെപ്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിസ്റ്റം മാത്രമല്ല, പ്രോസസ്സ് ഡിഫൈൻ ചെയ്യണം, പ്രോസസ്സിൽ തന്നെ ടാസ്കുകൾ ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മളില്ലെങ്കിലും നമ്മളത് ഡെലിബറേറ്റ്ലി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ആ സിസ്റ്റം അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, നമ്മൾ പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് അറിയാതെ ചെയ്യുന്നത്? ആരാണത് പറഞ്ഞിരുന്നത്? സിസ്റ്റം. ആ സിസ്റ്റം നമ്മളെ കൊണ്ട് ചെയ്യുക, ഡ്രൈവ് ചെയ്യുകയാണ്. നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഗിയർ മാറ്റണം, സ്റ്റിയറിംഗ് ഓടിക്കണം, ഇത് നമ്മൾ ചിന്തിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യണം. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തിന് നമ്മൾ അതിന് ഉള്ള റെസ്പോൺസാണത്. ആ റെസ്പോൺസ് ആരാ കൊടുക്കുന്നത്? നമ്മളുടെ ഉള്ളിലെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ച സിസ്റ്റമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് ഓടിക്കണം, അങ്ങോട്ട് ഓടിക്കണം, ഇത്ര ആംഗിളിൽ ഓടിച്ചു കഴിഞ്ഞാൽ വാഹനം ഇങ്ങനെ പോവും, അതല്ല. അപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ നമ്മളുടെ സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നമ്മളെ ബിസിനസ്സിനെ ഇങ്ങനൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടോ? നമ്മുടെ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടോ? അനീഫ് ഖാനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്. കാരണം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാൻ അനീഫ് ഖാന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഒരു മനുഷ്യനായി ഒരു സംഗതിനെ കൊണ്ടുവരികയാണ് കാണുന്നത്. ഇപ്പം നമ്മളെ ബിസിനസ്സിന് ഒരു മനുഷ്യനായാലും കൂടുതലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അനീഫ് ഖാക്കായിരിക്കും. ഞാനന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ്. അതായത് നമ്മളെ മനുഷ്യനെ തന്നെ ഏറ്റി അതൊരു സിസ്റ്റപരമായിട്ട് അനീഫ് ഖാക്ക് എങ്ങനെ അത് ബിസിനസ്സിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതൊന്നും അല്ലേ. ഇപ്പോൾ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ തടി മൊത്തം അതിനോട് കണക്റ്റഡ് ആണ്. എന്ന പോലെ തന്നെ ബിസിനസ്, ഇപ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതിന് മുമ്പ് പറഞ്ഞിരുന്നത് അതൊരു മകനാണ്, അല്ലെ, മക്കളെ പോലെ. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. മകനെ പോലെയല്ല ബിസിനസ്സിനെ കാണേണ്ടത്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് നല്ലൊരു കോഴ്സിന്, ഒരു ട്രെയിനിങ് കോഴ്സിന് പങ്കെടുത്തപ്പോൾ അവരൊരു മനുഷ്യൻ്റെ രൂപം വരക്കാൻ വന്നു നിങ്ങളുടെ ബിസിനസ്സിന്. ഞാൻ ആകെ തരിച്ചു പോയത്, ആദ്യമായിട്ടാണ് നെറ്റിയിൽ നിങ്ങളെ പേര് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളെ പേര് നെറ്റിയിൽ എഴുതാനാണ്. ഞാൻ എൻ്റെ പേര് ഹനീഫ് എന്നതിൻ്റെ മുകളിൽ എഴുതിയതോടുകൂടി ഞാൻ ആകെ തരിച്ചുപോയി. കാരണം എന്ന് വെച്ചാൽ, ഇനി എൻ്റെ തടിയാണ് താഴെ ഉള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഓരോരുത്തരും ഞാനാണ്. എൻ്റെ സ്റ്റാഫ്, എൻ്റെ കൂടെ നിൽക്കുന്ന ടീമുകൾ, സെയിൽസ്മാൻ, ആരും ഒക്കെ ഞാനാണ്. അപ്പോൾ അതിലൊരാൾ നാശമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുക അല്ലല്ലോ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും വന്ന് എന്താ ചെയ്യുക? കയ്യിൽ നമ്മൾ ചികിത്സ ചെയ്യുക. ഇത് പിന്നെ ഞാനായി മാറി. അപ്പോൾ അവർ ചിരിച്ചില്ലെങ്കിൽ ഞാൻ ചിരിക്കുന്നില്ല എന്നുള്ള പോലെയാണ്. അവരെൻ്റെ ഷോപ്പിലേക്ക് വരുന്ന, ഒരു ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വരുന്ന ഒരാൾ അവിടെ നല്ല ഹോസ്പിറ്റാലിറ്റി അല്ല, അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൽ നല്ല ഡിസ്പ്ലേ അല്ല. അതിൻ്റെ അർത്ഥം ഞാനാണ് അവിടെ കൃത്യമായി മിനുക്കി സ്ഥിരമായി കുളിച്ച് അല്ലെങ്കിൽ വൃത്തിയായിട്ട് വരാത്തവൻ. അവർ ബിഹേവിയർ മോശം, അതിൻ്റെ അർത്ഥം ഞാനായി. ഞാൻ ആകെ അന്ന് വരെ എൻ്റെ ഒരു മോനെ പോലെയായിരുന്നു ബിസിനസ്സിനെ ഞാൻ കണ്ടിരുന്നത്. മോനല്ല, അത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ബിസിനസ്സുകാർ അങ്ങനെ തന്നെ അത് തിരിച്ചറിയണം. നമ്മൾ തന്നെയാണ്, നമ്മളെ കൂട്ടത്തിലുള്ള ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അവരെ ഒരുക്കി നിർത്തേണ്ടത് നമ്മളാണ്. കാരണം അവരൊരുങ്ങിയില്ലെങ്കിൽ നമ്മളാണ് മോശം എന്ന രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റണം. പുറത്തുള്ള ആളല്ല. അപ്പോൾ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ റെഡിയാവും. മറ്റേത് നമ്മളെന്താണ്, റെഡിയല്ല, അവരെ മാറ്റും, അടുത്ത ആളുടെ വരുന്നവന് തന്നെയാണ്. നമ്മൾ എത്ര ആൾ ഒഴിവാക്കിയാലും പിന്നെ വരുന്നവന് ഇത് തന്നെയാണ്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. 3-4 ദിവസത്തെ ഒരു ഐഡിയ വെച്ചിട്ടാണ് വീണ്ടും ഒരാൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നത്. വീണ്ടും ഓനും തന്നെ ആയിരിക്കും. അവനെ മാറ്റുക, അടുത്ത ആളെ കൊണ്ടുവരിക, കാര്യമില്ല. നമ്മൾ അവരെ തന്നെ കൂടെ നിർത്തി നമ്മളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വളർത്താൻ ശ്രമിച്ചാൽ ബിസിനസ്സിനെ നമുക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഹനീഫിക്ക ഇപ്പോൾ ഇത് പറഞ്ഞ രീതിയിൽ നമ്മളെ തന്നെയായിട്ട് ഇത് ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു സംശയമില്ല, നമ്മൾ കൂടെ നിർത്താൻ. പക്ഷെ ചോദ്യം എഗെയിൻ ഇവിടെ ഈ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. എൻ്റെ ഈ വിരൽ ക്യാൻസർ ബാധിച്ചു, ഇത് വെട്ടി മാറ്റണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാദ്യം പറയാൻ പറ്റില്ല എന്നാണ്. എനിക്കറിയാം ഇത് സ്പ്രെഡ് ആവും, പക്ഷേ ഇത് വെട്ടി മാറ്റേണ്ട ആ സങ്കടവും വൈരൂപ്യവുമായിട്ടുള്ള
രീതികളൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ നോ ആണ് ആദ്യം പറയുക. ബിസിനസ്സിൽ പറയുമ്പോൾ നമുക്കറിയാം പല ആളുകളും, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്, എൻ്റെ പാർട്ട്ണർ അത് ചെയ്തു, എൻ്റെ അക്കൗണ്ട്സ് നോക്കുന്നത് അമ്മാവൻ്റെ മോനാണ്, അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഇവിടെ സെയിൽസ് ഹെഡ് ഇന്ന ആളാണ്, അവനെ പിടിച്ചിരുത്തിയാണ്, പക്ഷേ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. ആ സമയങ്ങളിൽ അത് സന്ദർഭം വ്യത്യാസമുണ്ട്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ സപ്പോർട്ട് നിങ്ങൾക്ക് പലതരത്തിൽ കൊടുക്കാം. പണ്ട് അനിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ നമ്മളുടെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അത് കാണുന്നതെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞിനെ, ഒരുപക്ഷെ നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ നമ്മൾ അയാളെ വെറുതെ വിടും. നമ്മുടെ കുഞ്ഞിനെ, ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ നമ്മൾ വെറുതെ നിൽക്കുമോ? ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും. നമ്മൾക്ക് മരുന്ന് കുടിക്കാനുള്ളത് നമ്മൾ മറക്കും, ശരിയല്ലേ? മരുന്ന് കുടിക്കാനുള്ളത് നമ്മൾ മറക്കും. മക്കൾക്കൊരു പനി വന്നാൽ മറക്കില്ല. അത് നമ്മളുടെ സൈക്കോളജിക്കൽ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല ആളുകളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ നോക്കി നിൽക്കുമോ? അതെ, അവരുടെ പഠനവും അവരുടെ വളർച്ചയ്ക്കും തടസ്സം ഈ പറഞ്ഞ ആളാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കില്ല, ആക്ഷൻ എടുക്കും. നമ്മൾ പുറത്താക്കണം എന്നല്ല പറയുന്നത്, ആക്ഷൻ എടുക്കും എന്നുള്ള. ഏത് അമ്മാവൻ്റെ മോനോ ഇനി സ്വന്തം പേരൻസോ സ്വന്തം അനുജന്മാരോ ആയിക്കോട്ടെ, നമ്മൾ നോക്കി നിൽക്കില്ല. അത് നമ്മൾ മക്കളോട് മാത്രം കാണിക്കുന്ന ഒരു കെയറാണ്. ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ കണ്ടല്ലോ, സ്വന്തം അവനാൻ തന്നെയാണ്, മക്കളാണ്, ഇതൊക്കെ നമ്മളെ ആളുകൾ നമ്മളെ മുമ്പിലേക്ക് വലിയ വലിയ ചിന്തകളുള്ള ആളുകൾ ഇട്ടു തന്ന, ഇതൊക്കെ നമുക്ക് വളരാനുള്ള ഒരു വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളതിൽ അവരുടെ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച്, ഇപ്പം മകനായാലും കുഞ്ഞായാലും അതേപോലെ സ്വന്തം തന്നെ ആയിട്ട് എടുക്കുന്നതൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് എപ്പോഴും നമ്മളെ ഈ ഒരു ബിസിനസ്സിനെ അതിനനുസരിച്ച് തേച്ച് മിനുക്കി നമ്മൾ കൊണ്ടുപോകണം. അതാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു, നിങ്ങൾ ഈ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അതെ, അതാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ ബിസിനസ്സിലും കീ ആയിട്ടുള്ള ഏറ്റവും കീ ആയിട്ടുള്ള പല കാര്യങ്ങളും കൈകളിലൂടെ നിയന്ത്രിച്ചു പോകുന്ന കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നു, കളി തോക്കാൻ പോവാണ്. ഒരു വീഡിയോയിൽ കണ്ടതാണ്, ധോണി യുവരാജിനെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് 6ാം നമ്പറിലോട്ട് ഇറങ്ങുകയാണ്. ദാറ്റ് ഈസ് എ ഡിസിഷൻ. ആ ഡിസിഷൻ മാത്രമാണോ അത്? അല്ല, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിസിഷൻ തീരുമാനം എടുത്തു എന്നുള്ളത് മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആലോചിക്കുക, അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ, അന്ന് ആ കളി തോറ്റിരുന്നെങ്കിൽ ധോണി ക്രൂശിക്കപ്പെടും. യുവരാജിനോട് ചെന്ന് ചോദിച്ചാൽ, ഞാൻ റെഗുലറായിട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ധോണി കയറി കളിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് വേഗത്തിലാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സമയമെടുത്ത് തീരുമാനിക്കേണ്ടതാണ്, പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീരുമാനങ്ങൾ ചിലപ്പം വളരെ ക്വിക്കായിട്ട് എടുക്കേണ്ട. പണ്ട് വിമാനം തകർന്നൊരു വലിയൊരു സ്റ്റോറിയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തീരുമാനം എടുക്കാതിരുന്നതിൻ്റെ, അല്ലെങ്കിൽ അതങ്ങനെ പോസിബിൾ അല്ലാത്തതുകൊണ്ടോ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അപകടമാണത്. പക്ഷേ എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വന്നത്, കറക്റ്റ് സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ ടൈമിനെ പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്.